നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഇവിടെ നമ്മൾ സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ഒരു സംഘടന ഉണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ ഭക്ഷണം വാങ്ങാൻ വന്നിട്ടുണ്ട്. അവർ ഭക്ഷണത്തിനുള്ള വാഹനത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 മണി സമയത്താണ് സാധാരണ ഇവിടെ ഭക്ഷണം വരാറുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കും ഭക്ഷണം വരുന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഭക്ഷണം വാങ്ങാൻ വന്നിട്ടുണ്ട്. കാരണം നിർദ്ധരായും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ ഭക്ഷണത്തിനെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് ഓരോ ദിവസവും. നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളായിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു 10 രൂപയുടെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള IMCH ആണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൻ്റെ. അപ്പം ഭക്ഷണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ അവരോട് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഈ വീഡിയോ കാണുന്ന സുമനസുകളുടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ നിർദ്ധരായ രോഗികൾക്കും അവിടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുന്നതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തികപരമായുള്ള സഹായം നൽകുകയും അതിന് സാധിക്കാത്തവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, സഹായിക്കുക, അതോടൊപ്പം സഹകരിക്കുക. നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടനയുടെ പ്രസിഡന്റായ സേതുവിനോട് ചോദിക്കാം. സേതുട്ട, എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്? ഈ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ ഒരു പറ്റം സുഹൃത്തുക്കൾ ഈ മെഡിക്കൽ കോളേജ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കൂടി നിൽക്കാൻ പറ്റാത്തൊരു സന്ദർഭമായിരുന്നല്ലോ ഈ കൊറോണ സമയത്ത്. അപ്പോൾ 1-2 ആളുകളൊക്കെ അവിടെ ഇവിടെയും സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു ആശയം ഉടലെടുത്താണ് ആ സമയത്ത്. എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ കടകളൊന്നും തുറക്കുന്നില്ല, അപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തുകൂടെ എന്നൊരു ആശയമാണ് ഞങ്ങൾ ആദ്യം വഹിച്ചത്. ഇതിന് വളരെയധികം ഫണ്ടുകളൊക്കെ വേണം, പക്ഷെ ഫണ്ടുകളൊന്നും നമ്മുടെ അടുത്ത് നിലവിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. നിലവിലിപ്പോൾ എങ്ങനെയാണ് ഇതിന് ഓരോ ദിവസത്തെ ഭക്ഷണത്തിന് ഫണ്ടുകൾ കിട്ടുന്നത്? അത് ചില സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ കൂട്ടിയെടുത്ത് ചെയ്യും. പിന്നെ ആരേതെങ്കിലുമൊക്കെ കുട്ടികളുടെ പിറന്നാളോ അങ്ങനെയുള്ള സമയങ്ങൾ അവർ സഹായിക്കും. വിവിധ സന്മനസ്സുള്ള ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്. പല സ്ഥലത്തുനിന്ന് ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ, വടകരയിൽ നിന്ന് സഹായിക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് സഹായിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിനായിട്ട് സഹായം തരുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടേതായ ആളുകളൊക്കെ ഇതിനോട് കൂട്ടി നിന്നുകൊണ്ടാണ് ഈ സംരംഭം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ദിവസത്തേക്ക് ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ എത്ര രൂപയുടെ ചിലവാണ് വരുന്നത്? ഞങ്ങൾക്കൊരു 4250 രൂപയുടെ ചിലവ് വരുന്ന ഒരു ദിവസത്തേക്ക്. ഒരു 30 കിലോ 28 കിലോ അരി ഞങ്ങൾ ഉണ്ടാക്കും. അതിനുള്ള കറികളും അതിൻ്റെ വിഭവങ്ങളും പിന്നെ വാഹനം വേണം, അത് പിന്നെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ കൂടെ ഒരു 4250 4500 ഇപ്പോഴത്തെ സാധന വില കൂടിയനുസരിച്ച് അത്രയും സംഖ്യ ഇപ്പം നിലവിൽ ആവശ്യമാണ്. ഇത് ഇപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ട് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ഏതെങ്കിലും വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വെച്ചുകൊണ്ടുവരാണോ? അല്ല, ഞങ്ങൾ ഇതിനായിട്ടൊരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആ വീടിൻ്റെ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്. വളരെ ശുദ്ധമായിട്ട് തന്നെ ഉണ്ടാക്കണം. ആശുപത്രിയിൽ ഉള്ള ആളുകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഒന്നും കേടുകളും സംഭവിക്കാണ്ട് നല്ല രൂപത്തിൽ വളരെ നമ്മളൊരു വീട്ടിൽ എങ്ങനെയാണോ പാകം ചെയ്യുന്നത് അതുപോലെ തന്നെ പാകം ചെയ്തുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആളുകൾ കൊടുക്കുന്നത്. ഈ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി എന്ന സംഘടന ഇപ്പോൾ രൂപീകരിച്ചിട്ട് ഇപ്പം ഒരുപാട് വർഷമായോ? അല്ലെങ്കിൽ സംഘടന രൂപീകരിച്ചത് ഞങ്ങളിത് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം തന്നെ ഇങ്ങനെ കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു അടിസ്ഥാന രൂപത്തിൽ വേണം ഇത് തുടങ്ങാൻ എന്നുള്ള ആവശ്യം അനുസരിച്ചാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ വാഹനമാണെങ്കിലും ഇപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ഈ ഭക്ഷണം കൊടുക്കുന്ന ആളാണെങ്കിലും ഇവർക്ക് എന്തെങ്കിലും വേദന ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്നത്? ഈ വാഹനം ഞങ്ങളുടെ സൊസൈറ്റിയുടേതാണ്. സൊസൈറ്റിയുടെ മുതൽമുടക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിൽപ്പെട്ട അംഗങ്ങളുടേതായ ഒരു വാഹനമാണിത്. പിന്നെ ഇതിലുള്ള ഈ ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ ഭാരവാഹിയുള്ള ആളുകൾ തന്നെയാണ്, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. പക്ഷേ എന്ന് പറഞ്ഞാലും അവർ പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അയാളും അതേപോലെ തന്നെ ഞങ്ങളെ ഭാരവാഹിയായിട്ടുള്ള ആളുകളാണ്.
അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. വളരെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഭക്ഷണത്തിൽ ചിലപ്പോൾ അപ്പക്കാരോ ഒക്കെ ഉണ്ടാവും. ഇത് ഗർഭിണികൾ ഉപയോഗിക്കുന്ന ഭക്ഷണമായതുകൊണ്ട് ഒരു സാധനം ഉപയോഗിക്കാണ്ട് നല്ല പ്യൂറായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനത്തെ രൂപത്തിലുള്ള ഒരു മായങ്ങളും കലർത്താത്ത സ്വന്തമായിട്ടുണ്ടാക്കുന്ന ആ പൊടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഭക്ഷണം പാകം ചെയ്തുകൾക്ക് ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഷർഫുക്ക നമ്മളെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി തുടങ്ങിയ കാലം മുതൽ ഇതിൻ്റെ കൂടെ രാവും പകലുമില്ലാതെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരാളാണ്. നമുക്ക് ഷർഫുക്കാണ് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഞാനാണ് ഷറഫുദ്ദീൻ, എൻ്റെ ട്രഷററാണ്. അതുകൊണ്ട് 2019 കാലഘട്ടങ്ങളിൽ ഈ കൊറോണ അതിരൂക്ഷമായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ എല്ലാ കടകളും അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആർക്കും ഒരു വെള്ളമോ ഭക്ഷണമൊന്നും കിട്ടാതെ വലിയൊരു പ്രയാസം അനുഭവിച്ച സമയത്ത് ഇവിടുത്തെ സേതുവേട്ടന്, നമ്മുടെ സെക്രട്ടറി സേതുലേക്ക് അടക്കമുള്ള ഇവിടുത്തെ പ്രമുഖർ ഞങ്ങളെ കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് ഇവിടെ എന്ത് ചെയ്യും, ഒരു കുടിയാവെള്ളം കിട്ടാത്ത ഈ അവസ്ഥയിൽ ഇവർക്കൊരു ഉച്ചഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഇത് നമ്മളെ മനസ്സിലുണ്ടാകും. അങ്ങനെ കൂടിയിരുന്ന് നമ്മൾ ഉച്ചയ്ക്കൊരു ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിലേക്ക് ഉള്ളൊരു യോഗം കൂടുകയും അതിൽ വെച്ചെടുത്ത തീരുമാനം ഞങ്ങൾ അതിശക്തമായി തന്നെ വിജയിപ്പിച്ചെടുക്കുകയും എല്ലാ ഒരു രോഗിക്കും അവരുടെ ഒരു കൂട്ടിരിപ്പുകാർക്കും നമ്മൾ ഒരു ഉച്ച നേരത്തെ ഒരു ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് ആരും ഒന്നും കിട്ടില്ല. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇതിന് വേണ്ട സാധന സാമഗ്രികളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങി നമ്മൾ തുടങ്ങിയ ഒരു ചെറു പദ്ധതിയാണിത്. അങ്ങനെ ഒരു കാലം മുന്നോട്ട് പോയപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്താൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം മറ്റുള്ള ഒരുപാട് സംഘടനകൾ ഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും കോഴിക്കോട് IMCH കുട്ടികളുടെയും ഗർഭിണികളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാൽ ഇത് ഏകമായ ഒരു ഭക്ഷണ സംവിധാനം ആയതുകൊണ്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഈ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആൾ ഇതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ സാമൂഹ്യ പ്രവർത്തകരൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ ഒരു സംരംഭമാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇത് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഒരു 4,500 രൂപയോളം ചിലവുള്ള ഈ ഒരു പദ്ധതി ഇപ്പോൾ പല നിങ്ങളെപ്പോലുള്ള അല്ലെ പൊതുവായിട്ടുള്ള പല സുമനസ്സുകളുടെ വലിയ ഒരു ത്യാഗത്തിൻ്റെ അവരുടെ ഒരു സംഭാവനയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി ഇനിയും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടാവണമെന്നും അതുപോലെ ഇതിന് നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും, അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റ് ഷെയർ ചെയ്തുകൊണ്ട് നമ്മോട് സഹകരിക്കണമെന്ന് വളരെ അഭ്യർത്ഥിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്ത് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് ശക്തമായ ഒരു ടീം ഇവിടെ മുന്നിലുണ്ട് എന്നോട് അറിയിക്കുക. സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിന്റെ സെക്രട്ടറി സൈദലിക്ക ഉണ്ട്. സൈദലിക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. സൈദലിക്ക എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്? എൻ്റെ പേര് സൈദലവി. ഞാൻ ഈ മെഡിക്കൽ കോളേജ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ് സൈദ് മാധവൻ. അങ്ങനെ നമ്മളൊരു 10-25 മെമ്പർമാർ അടങ്ങിയിട്ടുള്ള ഒരു കമ്മിറ്റി. അപ്പോൾ ആ കൊറോണ പീരീഡിൽ ഇവിടെ ഒരു കുടിയാവളില്ലാത്തൊരു സമയത്ത് ആളുകൾ ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കെടുക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായിരുന്നു. അപ്പോൾ അതൊന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ വിതരണം ചെയ്ത് കൊണ്ടു കൊടുത്തത്. അതിപ്പോൾ വലിയൊരു സംഭവമായി. ഏകദേശം ഇന്നത്തെ ഈ അവസ്ഥയിലെത്തി ഒരു വണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച് ഏകദേശം ഒരു 10-25-30 കിലോ അരിയുടെ ചോറിപ്പോൾ ദിവസേന എന്നോണം കൊടുത്തു വരിക. ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ മേഖലകളിലുള്ള അഭ്യുദയകാംക്ഷികളുടെ സഹായഹസ്തം കൊണ്ട് ഒന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ബർത്ത്ഡേൻ്റെ ഫുഡുണ്ടാവും, പിന്നെ ഈ മരിച്ച പോലെ ഓർമ്മയ്ക്കായിട്ടുള്ള ഫുഡുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ നമ്മളിങ്ങനെ മാറി മാറി വരാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പരിസ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നമ്മളെ ഈ സംഭവം കാണുന്നവരും കേൾക്കുന്നവരൊക്കെ പരമാവധി ഷെയർ ചെയ്യുക, സഹായിക്കുക. നിങ്ങളെയൊക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഒന്ന് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്.